ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചിക്കൻ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. 2 ഫുൾ ചിക്കനാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് എല്ല് മാത്രം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലേലും ഉള്ള ദശയും കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അത് ക്യൂബായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇത് പേസ്റ്റ് ആയിട്ട് അരച്ചത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി ഇത്രയാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചേക്കുന്ന ഈ ചിക്കൻ ഉണ്ട്, അതുകൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇതിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മസാല ഉണ്ടാക്കിയില്ലേ, ആ ഒരു ടൈമിൽ ഒരു നാരങ്ങയുടെ നീരും കൂടെ നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ എല്ലാം വറുത്ത് കോരിയെടുക്കണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവുകയും വേണ്ട, എന്നാൽ ഫ്രൈ ആവുകയും വേണം. ആ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി എടുത്തു വെച്ചു. അതിനകത്തേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറേശ്ശെ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരി നമ്മൾ എടുക്കണം. ഓയിലിൽ മുങ്ങി കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനകത്തിലിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡീപ്പ് ഫ്രൈ ആവേണ്ട കാര്യമില്ല, എന്നാൽ ഫ്രൈ ആവുകയും വേണം. ആ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കിന് ഈ ഒരു ലെവലാകുമല്ലോ, അന്നേരം നമ്മൾ ഇത് കോരിയെടുക്കണം എണ്ണയിൽ നിന്നിട്ട്. എന്നിട്ട് നമ്മൾ അടുത്തതും ഇതേപോലെ ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് എല്ലാം കൂടെ എടുക്കണം. വറുത്ത് വന്നപ്പോഴത്തേക്കിന് ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അച്ചാർ ഇട്ടാലോ. അതായത് നമ്മൾ ഓൾറെഡി ചിക്കൻ വറുത്ത ആ ഒരു ചട്ടിയില്ലേ, അതിലേക്ക് തന്നെയാണ് നമ്മൾ അച്ചാർ ഇടുന്നത്. വേറെ പാത്രം എടുക്കുന്നില്ല. അതാകുമ്പോൾ ഈ എണ്ണയിൽ തന്നെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ആ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമ്മൾ ഓൾറെഡി ഈ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഉലുവാപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതിനകത്തേക്ക് ഉപ്പും വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിന് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ലാസ്റ്റായിട്ട് നമുക്ക് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ചിക്കൻ അച്ചാറിൻ്റെ പരിപാടി തീരും. ഇനി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമുക്ക് എടുത്ത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങൾ എന്താണേലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് കൂടെ ചെയ്തേക്കണേ. അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ എന്താണേലും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം.